ഇയാൾ ആള് പൊളിക്കുമെന്നാ തോന്നുന്നത്. പൊളിക്കും. ശരാശരി MLA-മാരെക്കാൾ മാറി പൊളിക്കും കേട്ടോ. പൊളിക്കും. പൊളി 111 ദിവസം കൊണ്ട് 111 പദ്ധതി പ്രഖ്യാപിക്കുന്നു. ആരാണ് ഇവൻ? മിമിക്രിക്കാരനല്ലേ? ഇവനെ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്? തെരഞ്ഞെടുപ്പ് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാർക്കുള്ളതല്ലേ? അത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയക്കാർ മത്സരിക്കണം. ഒരു കാരണവശാലും മിമിക്രിക്കാർ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ജുബ്ബ മാഷ് ഡോക്ടർ തോമസ് ഐസക് മാഷ്, കേരളത്തിൻ്റെ CPM-ൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബുദ്ധിജീവിയുടെ പ്രമുഖനായിട്ടുള്ള തോമസ് ഐസക് സാർ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് അബദ്ധം പറയും. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചൊക്കെ വലിയ അബദ്ധമാണ് പറഞ്ഞത്. ഇപ്പോൾ AI ബഡ്ജറ്റ് തയ്യാറാക്കിയതിനെ കുറിച്ച് അബദ്ധങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ പറഞ്ഞ ഏറ്റവും വലിയൊരു ഹിമാലയൻ അബദ്ധമാണ് രമേഷ് പിഷാരടിയെക്കുറിച്ച്. രമേഷ് പിഷാരടി ജയിച്ചു. ഡോക്ടർ തോമസ് ഐസക് ജയിച്ചിട്ട് പോലും 111 ദിവസം കൊണ്ട് 111 പദ്ധതി അനൗൺസ് ചെയ്തില്ല. ഇന്നലെ അവരുടെ MLA ഓഫീസ് VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. 111 ദിവസം കൊണ്ട് 111 വികസന പദ്ധതി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് പ്രഖ്യാപനത്തോടെ രമേശ് പിഷാരടിയുടെ ഓഫീസ് ഇന്നലെ തുറന്നു. VK ശ്രീകണ്ഠൻ MP ആണത് നിർവഹിച്ചത്. അത് മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, വൈസ് പ്രസിഡന്റ് പവിത്ര മുരളീധരൻ, പിരിയാരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ, വൈസ് പ്രസിഡന്റ് സഫിയ അബുദാഹിർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, സെക്രട്ടറിമാരെ PV രാജേഷ്, അങ്ങനെ തുടങ്ങി ഒരു വള്ളം നേതാക്കളാണ് പങ്കെടുത്തത്. മെട്രോ നഗറിൽ ശുദ്ധജലം എത്തിക്കാൻ 5 ലക്ഷം MLA ഫണ്ടിൽ നിന്നുള്ള ആദ്യ തുക. പിരിയാരി മെട്രോ നഗറിൽ ദാഹജലം എത്തിക്കാൻ ഇതിന് 5 ലക്ഷം രൂപ അനുവദിച്ചതായി രമേഷ് പിഷാരടി പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ തുക കുടിവെള്ളത്തിന് കൊടുക്കുന്നു. കൊള്ളാം, മിടുക്കൻ. അതുപോലെ തന്നെ വർഷങ്ങളായുള്ള ആവശ്യം ദാഹജലത്തിനായി ബുദ്ധിമുട്ടുന്ന വീട്ടുകാർ ലോക്സഭ തെരഞ്ഞെടുപ്പുകൾ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. VK MP സ്ഥലത്ത് വീട്ടമ്മപരമായ ചർച്ച നടത്തിയാണ് തണുപ്പിച്ചത്. വീടുകൾ പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും ജലജീവ മിഷൻ്റെ പദ്ധതി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പൊതുവെ ജലക്ഷാമ രൂക്ഷമായ പ്രദേശമാണിത്. ശുദ്ധജലപ്പെട്ടതിനാൽ 2 ലക്ഷം രൂപ ചെലവിൽ അവിടെ ഒരു കുഴൽ കിണർ കുഴിച്ച് അതിൽ ജലമുണ്ട്. അതിൽ നിന്ന് പമ്പിയുള്ള മോട്ടോർ ലൈൻ പിടിപ്പിക്കാനാണ് തുക അനുവദിച്ചത്. ജലജീവ മിഷൻ പദ്ധതി കൂടി പ്രാവർത്തികമാകുന്നതോടെ ശുദ്ധജലം പരിഹരിക്കപ്പെടും. കർമ്മ പദ്ധതികളിൽ ഏറ്റവും പ്രധാനം നെല്ല് സംഭരണത്തിലെ തുടർ പ്രവൃത്തികൾ, ടൗൺ സിറ്റി ബസ് സർവീസ്, ഗവൺമെൻറ് കോളേജിലെ തുടർ നടപടികൾ, കണ്ണാടി പിരിയാരി പഞ്ചായത്ത് ഓഡിറ്റോറിയം, കണ്ണന്നൂർ ചുങ്കമന്തം റോഡ് നവീകരണം, ഗവൺമെൻറ് മോയൻ സ്കൂൾ HSS ഡിജിറ്റൈസേഷൻ, നിയോജകമണ്ഡലത്തിലെ SSLC+2 ഉന്നത വിദേശ വിദ്യാർത്ഥികൾക്ക് അവാർഡ്, കണ്ണാടി മാത്തൂർ പിരിയാരി പഞ്ചായത്തുകളിലും പാലക്കാട് നഗരസഭയിലെ MLA-യുടെ ജനസമ്പർക്ക പരിപാടി, പരാതികൾ മുൻകൂട്ടി സ്വീകരിക്കാൻ MLA ഓഫീസിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ സൗകര്യം, വിവിധ നിർമ്മാണ പ്രവർത്തികൾ, ജില്ലാ ആശുപത്രിയിലും ജില്ലാ വനിതാ ശിശു ആശുപത്രിയിലും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, അങ്ങനെ തുടങ്ങി പാലക്കാട് ചിറ്റൂർ റോഡിൽ മണപ്പുള്ളിക്കാവ് ദുർഗാനഗർ സ്ട്രീറ്റ് 1-ന്റെ തുടക്കത്തിലുള്ള രമേഷ് പിഷാരടിയുടെ MLA-യുടെ ഓഫീസ് സജീവമാവുകയാണ്. MLA-യോട് പറയാനുള്ളത്, MLA പ്രിയപ്പെട്ട രമേഷ് പിഷാരടി MLA അങ്ങൊരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ, ഒരു കുറച്ചുകൂടി അങ്ങയുടെ 5 വർഷത്തിന് അപ്പുറമുള്ള ദീർഘമായ കാലയളവിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പാലക്കാടിന് വേണ്ടി തയ്യാറാക്കുക. അതിനകത്ത് പരിസ്ഥിതി, കാലാവസ്ഥാ മാറ്റം, കുടിവെള്ളം, അതുപോലെ തന്നെ പിന്നെ കൂടുതൽ ശുദ്ധവായു, ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ അത് കഴിഞ്ഞിട്ട് യുവജനങ്ങളുടെ തൊഴിൽ, പിന്നെ വീട്ടമ്മമാരുടെ തൊഴിൽ, അങ്ങനെ തുടങ്ങി ഇൻഫ്രാസ്ട്രക്ചർ, കാർബൺ ന്യൂട്രലാക്കുന്നതിനെക്കുറിച്ച്, ജലസുരക്ഷ നേടുന്നതിനെക്കുറിച്ച്, വേസ്റ്റ് മാനേജ്മെൻറ്റിനെക്കുറിച്ച് ഒക്കെ സമഗ്രമായ ഒരു പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ കൂടി അങ്ങേക്ക് ഉണ്ടാക്കാൻ കഴിയട്ടെ. ഈ വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ രമേഷ് പിഷാരടിക്ക് കൂടി അയച്ചു കൊടുക്കുക. വളരെ മനോഹരമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അതിൽ അങ്ങ് തീർച്ചയായും ഗൗരവമുള്ള പരിപാടികൾ നടപ്പിലാക്കാൻ കഴിയട്ടെ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നമുക്കൊക്കെ താല്പര്യമുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ടീമിന്, ഞങ്ങളുടെ കൂടെ ടീമുണ്ട് ഇതൊക്കെ സഹായിക്കാനൊക്കെ, പ്ലാനൊക്കെ ഉണ്ടാക്കാൻ. അതിന് ഞങ്ങളെയും കൂടി വിളിക്കുക. കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനിൽ പാലക്കാട് മണ്ഡലത്തിനുള്ള വികസന പരിപാടികൾ നടക്കട്ടെ. 111 ദിവസത്തിനകം 111 പരിപാടിയും പ്രഖ്യാപിച്ചുകൊണ്ട് രമേഷ് പിഷാരടി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഐസക് മാഷിന് പോലും, ഡോക്ടർ തോമസ് ഐസക് മാസ്റ്റർക്ക് പോലും ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ മനോഹരമായ പദ്ധതി വരുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ശരാശരി രാഷ്ട്രീയക്കാരിലൊക്കെ മുകളിലാണ് താനെന്ന് രമേഷ് പിഷാരടി തെളിയിച്ചിരിക്കുകയാണ്. കുടിവെള്ളത്തിൽ തുടങ്ങുന്നു, 5 ലക്ഷം കൊടുത്ത് കുടിവെള്ളത്തിൽ തുടങ്ങുന്നു. അത് പിന്നെ ജലജീവ മിഷനൊന്നും കാത്തിരിക്കുന്നില്ല. കുഴൽ കിണറടിക്കുന്നു, പമ്പ് വയ്ക്കുന്നു, ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നു. അവിടെയാണ് പ്രധാനം. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായ പദ്ധതികളുമായി പോകുന്ന രമേഷ് പിഷാരടിക്ക് ഒരു ബിഗ് സല്യൂട്ട്. എന്തായാലും സിനിമാ രംഗത്ത് നിന്ന് വന്ന്
അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഭാവിയിൽ മന്ത്രിയൊക്കെ ആയി മാറട്ടെ, തുടർച്ചയായി അവിടെ ജയിക്കട്ടെ. എന്തായാലും കടുത്തുരുത്തിക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടുത്തുരുത്തിയിലുള്ള ആൾ, കോട്ടയം ജില്ലയിലുള്ള ആൾ, പാലക്കാട് പോയി നിന്ന് മത്സരിച്ച്, രാഹുൽ മാങ്കൂട്ടൻ നേരത്തെ മത്സരിച്ച് ജയിച്ച സ്ഥലമാണ്, അവിടെ പോയി നിന്ന് ജയിച്ച് വലിയ ഒരു MLA ആയി വളരെ വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്ന ആളായി മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിസ്ഥിതിക്കും കാലാവസ്ഥയ്ക്കും ദുരന്ത പരിപാലനത്തിനും എല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു ആനന്ദ പാലക്കാട്, ഒരു ഹാപ്പിനെസ് പാലക്കാട് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഹാപ്പിനെസ് വില്ലേജ് എന്ന് പറയുന്ന പോലെ ഒരു ഹാപ്പിനെസ് പാലക്കാട് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കട്ടെ. ഈ 111 പരിപാടികളും തുടർച്ചയായി ബാക്കി മാസ്റ്റർ പ്ലാൻ കൂടെ ഉണ്ടാക്കി ആയിരക്കണക്കിന് പദ്ധതികൾ വ്യത്യസ്ത തലങ്ങളിൽ ചെയ്യാൻ പറ്റും. അത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കട്ടെ.